ഇപ്പൊ എനിക്ക് എന്റെ പ്രൊഫഷൻ സ്വിച്ച് ചെയ്താലോ എന്നൊരു പ്ലാൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലോട്ട് വന്നിട്ടുള്ളത്. എന്റെ ഹസ്ബൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡാണ് വർക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കോഴ്സ് നാട്ടിലുള്ള സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കംപ്ലീറ്റ്ലി ഓൺലൈൻ കോഴ്സ് ആയിരുന്നു. പക്ഷെ അതെനിക്ക് അത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നില്ല. സോ ഞാനിപ്പോ ഒരു 1 year ആയിട്ട് ഇങ്ങോട്ട് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ബൈ പ്രൊഫഷനായിട്ട് ഞാൻ സ്റ്റുഡന്റ് കൗൺസിലർ ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. ഇപ്പൊ എനിക്ക് എന്റെ പ്രൊഫഷൻ സ്വിച്ച് ചെയ്താലോ എന്നൊരു പ്ലാൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലോട്ട് വന്നിട്ടുള്ളത്. ഇതിനൊക്കെ ഏറ്റവും വലിയ ചലഞ്ചായിട്ട് ഫീൽ ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ തുടങ്ങിയപ്പോൾ? ബിഡിങ് എന്ന് പറഞ്ഞ ഒരു പോയിന്റിലോട്ട് എത്തുമ്പോൾ എനിക്ക് കുറച്ചത് ഒരു ടാസ്ക് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മെന്റേഴ്സ് എല്ലാം നല്ല ഹെൽപ്ഫുൾ ആണ്. അവര് നമ്മുടെ എല്ലാ ഡൗട്ടുകളും അറ്റ് ദ ടൈം നമുക്ക് ക്ലിയർ ചെയ്ത് തരാറുണ്ട്. അതിനിപ്പോ ഓൾമോസ്റ്റ് കോഴ്സ് കംപ്ലീറ്റ് ആയല്ലോ, ഇനി എന്താണ് പ്ലാൻസ്? ആക്ച്വലി ഞാൻ ഇങ്ങോട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയറിലോട്ട് സ്വിച്ച് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ വരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ടോപ്പിക്സുകൾ എല്ലാം നമുക്ക് കേട്ടിട്ടും അറിയുമെങ്കിലും പക്ഷെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയി. വൺസ് നമുക്ക് ഒരു ജോബ് കിട്ടിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഓൺ ബിസിനസ് ആണെങ്കിൽ പോലും നല്ല രീതിയിൽ അത് റൺ ചെയ്യാനായിട്ട് എനിക്കിപ്പോൾ കോൺഫിഡൻസ് ഉണ്ട്.